നന്ദു, നീ എന്തിനാ വിഷമിക്കുന്നേ? എനിക്കറിയാലോ അല്ല. നീ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ശരി നന്ദു. ഹലോ, ഞാൻ പ്രഭാവതിയാ. മനസ്സിലായി. പക്ഷെ ഞാൻ എന്തിനാ വിളിക്കുന്നതെന്ന് മനസ്സിലായോ? എന്നെ കൊല്ലാൻ വേണ്ടി നീ ആയുധം കൊടുത്തയച്ചില്ലേ, നിന്റെ ചാവേർ പോരാളി. അവൻ ദാ ഇവിടെ ഞങ്ങളുടെ ഔദാര്യം പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. വല്ലതും പറയാനുണ്ടെങ്കിൽ അത് തെളിച്ചു പറയണം. നിന്റെ മോൻ ഞങ്ങളുടെ പിടിയിലാണെന്ന്. ചെയ്യട്ടെ, അവനെ അങ്ങ് കൊല്ലട്ടെ. അതോ അവനെ പോലീസിൽ ഏൽപ്പിക്കണോ? പറ, എന്ത് ചെയ്യണം? എന്തൊക്കെ വെല്ലുവിളിയായിരുന്നു. ഇപ്പൊ എന്താ ശബ്ദം പുറത്തു വരുന്നില്ലേ? നാവ് ഇറങ്ങിപ്പോയോ? ആരുടെ മുമ്പിലാ നീ ആളാവാൻ വന്നത്? എന്നെ തോൽപ്പിക്കാൻ എന്റെ മരുമകളെ ഉപയോഗിച്ചു. പകരം ദാ നിന്നെ മുട്ടുകുത്തിക്കാൻ നിന്റെ മകനെ എന്റെ മുമ്പിൽ കിട്ടി. എത്ര അരുന്ധതിമാര് ചേർന്നാലും ഒരു പ്രഭാവതിയാവില്ല. നീ വിചാരിച്ചാൽ എന്നെ തോൽപ്പിക്കാനും പറ്റില്ല. നീ തോറ്റുപോവാതെ നോക്ക്, പക്ഷെ നടക്കില്ല. നിന്നെ ഞാൻ മുട്ടുകുത്തിക്കും. എന്താ ദേവിക, എന്താ ഉണ്ടായേ? പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുവെന്ന് പറയില്ലേ മാഡം? അതുപോലുള്ള പ്രവൃത്തിയാ മാഡത്തിന്റെ മോൻ കാണിച്ചത്. എന്താ സംഭവിച്ചേ? അവൻ എവിടെ? ഇറങ്ങി വട ഇങ്ങോട്ട്. ഋഷി, ഋഷി, അനിയനെ പോലെയാ ഞാനിവനെ കരുതിയിരുന്നേ. ഇപ്പൊ മനസ്സിലായി, ശത്രു തന്നെയാ. അന്ന് തല്ലിയിട്ടല്ലേ ഉള്ളൂ, കൊല്ലണമായിരുന്നു. ഇവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ കുടുംബത്തിൽ തന്നെ ഇവൻ അതിക്രമിച്ച് കയറി. എന്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ആളെ കൊല്ലാൻ നോക്കി. എന്താ ദേവിക ഈ പറയുന്നേ? അതെ, നന്ദുവിന്റെ അമ്മയെ അപായപ്പെടുത്താൻ നോക്കി. അത് തന്നെ. മുമ്പ് എന്റെ അമ്മയെ തട്ടിക്കൊണ്ടുപോയതിന്റെ പിറകില് ഇവൻ തന്നെ ആയിരിക്കുന്നു ദേവി പറയുമ്പോഴാ ഞാൻ അറിയുന്നത്. ഇവനെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. KDF-കാരുടെ കയ്യിൽ ചെന്ന് പെടാതെ സൂക്ഷിച്ചോ നീ. എല്ല് പോലും ബാക്കി വെച്ചേക്കില്ല. ഞങ്ങളുടെ കുടുംബത്തിലൊരു ചീത്തപ്പേരുണ്ടാക്കി വെച്ചിരിക്കുക.
ആളുകൾക്ക് അപവാദം പറയാനും കഥകൾ ഉണ്ടാക്കാനും നിങ്ങളുടെ മകനൊരു കാരണമായിരിക്കുക. വീടില്ല ഞാനിവനെ. അന്ന് പ്രഭാവതിയെ തട്ടിക്കൊണ്ടു പോയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, ഇത് ഞങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്, നീ തലയിടരുതെന്ന്. ഓഹോ, അത് ശരി. അപ്പൊ അമ്മയും മോനും കൂടെ അറിഞ്ഞുകൊണ്ടായിരുന്നു എല്ലാം അല്ലേ? മാഡം, ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല.